3 വർഷമായി വിദ്യാഭ്യാസ രേഖകൾ സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതർ പിടിച്ചുവച്ചതിനാൽ വിദ്യാർത്ഥിനിയുടെ തുടർ പഠനം മുടങ്ങിയതായി പരാതി. കോഴിക്കോട് മൊടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിനെതിരെയാണ് നിയമസഹായം തേടി ബാലുശ്ശേരി സ്വദേശിനി നന്ദന ബിജു ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെത്തിയെങ്കിലും കോഴ്സിൽ പ്രവേശനം നേടിയതിനാൽ ഫീസ് അടയ്ക്കാതെ രേഖകൾ തിരികെ നൽകില്ലെന്ന നിലപാടിലാണ് കോളേജ് അധികൃതർ. +2 ശേഷം 2021 നന്ദന ഡിപ്ലോമ ഡയാലിസിസ് ടെക്നോളജി കോഴ്സിൽ ചേരാനായി മലബാർ മെഡിക്കൽ കോളേജിലെത്തിയത്. 10,000 രൂപയും സർട്ടിഫിക്കറ്റുകളും നൽകി. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലായതിനാൽ പ്രവേശനം വേണ്ടെന്ന് 2ാം ദിവസം കോളേജിൽ വിളിച്ചറിയിച്ചു. 3 വർഷത്തിനിടയ്ക്ക് പലവട്ടം കോളേജിലെത്തി സർട്ടിഫിക്കറ്റ് ചോദിച്ചെങ്കിലും നൽകിയില്ല. എന്തായാലും കോഴ്സിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചു പോയി. ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ സീറ്റാണ് പോയത്. അപ്പോൾ എന്തായാലും പൈസ അടയ്ക്കാണ്ട് 2 ലക്ഷം അടയ്ക്കാണ്ട് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒക്കത്തിനും സർട്ടിഫിക്കറ്റ് ആവശ്യമാണല്ലോ, 10th +2 ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഇങ്ങനെയാണ് ഇവിടുത്തെ റൂള്, 2.5 ലക്ഷം ഫീസ് ജോയിൻ ചെയ്താൽ ഫീസ് അടയ്ക്കണം നിർബന്ധമാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നത് 50,000 ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസ് 65,000 എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞു 50,000 എങ്കിലും അടച്ചിട്ട് സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിക്കോളാം. പ്രവേശനം വേണ്ടെന്ന് നന്ദന രേഖാമൂലം അറിയിച്ചില്ലെന്നാണ് കോളേജ് അധികൃതരുടെ വാദം. ഒരു പ്രാവശ്യം പോയപ്പം അങ്ങനെ പറഞ്ഞ് ഇത് എഴുതി പ്രിൻസിപ്പലിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുകയായിരുന്നു. പക്ഷെ ഇതൊന്നും അവർ പറയുകയും ചെയ്തില്ല. നന്ദനയുടെ പരാതിയിൽ 3 വട്ടം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി നോട്ടീസ് അയച്ചെങ്കിലും കോളേജ് അധികൃതർ പ്രതികരിച്ചില്ല. തുടർ പഠനത്തിനായി സർട്ടിഫിക്കറ്റുകൾ വിട്ടുകിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നന്ദന. റിപ്പോർട്ടർ, കോഴിക്കോട്.